എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും RJS വ്ലോഗ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടുള്ള അച്ചാറാണ്. അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ഉള്ള ഒരു പാവയ്ക്കാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഫ്രഷായി നമ്മുടെ അയൽ വീട്ടിൽ നിന്നും അപ്പോൾ ഇറുത്ത് വാങ്ങിയ പാവയ്ക്കയാണ്. അതിലുള്ള പാവയ്ക്കയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള പാവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഒരു 200 ഗ്രാം പാവയ്ക്കയാണിത്. അതിന് ചേർക്കാനുള്ള മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഉലുവപ്പൊടി, നാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 2 സ്പൂൺ പഞ്ചസാര, കറിവേപ്പില, നല്ലെണ്ണ, വിനീഗർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് പാവയ്ക്ക അച്ചാറിൽ നാം ചേർക്കാനുള്ളത്. ഇനി നമുക്ക് പാവയ്ക്ക വറുത്ത് കോരാം. നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നല്ലെണ്ണയിൽ വറുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് കടു, ഏകദേശം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ ഇത് വറുക്കണം. നല്ലവണ്ണം മൂത്ത് ഇത് വരണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ കയ്പ്പ് പോകുകയുള്ളൂ. പ്രേക്ഷകരെ, ഇതിൽ 100 ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. എങ്കിൽ മാത്രമേ ഇത് നല്ല മൂത്ത് നല്ല പപ്പടം പോലെ ആവണം. എങ്കിൽ മാത്രമേ ഇത് രുചിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ. കുറച്ച് താമസമുണ്ട് ഇത് മൂക്കാനായിട്ട്. അതുകൊണ്ട് ഇത് ഇതിൽ തന്നെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഏകദേശം ചുവന്ന കളറിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഴയ കാലത്തുള്ള ഒരു പാചകമാണിത്. എൻ്റെ പ്രേക്ഷകരെ, നമ്മുടെ പാവയ്ക്ക മൂത്ത് വന്നിട്ടുണ്ട്. ദാ കാണുക, ഇത് ചുവന്ന കളറിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ ചേർക്കാനായിട്ടുള്ള 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിയാണെന്ന് തോന്നും, പക്ഷേ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എരി കുറച്ചേ കാണുകയുള്ളൂ. നമുക്കതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മതി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കയ്പ്പിൻ്റെ കൂടെ കയ്പ്പാവും. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇത് പൊരിഞ്ഞ് വന്നപ്പോൾ ഇത് പകുതി മാത്രമേ പാവയ്ക്ക് ഇതിൽ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡിയാവാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 3 സ്പൂൺ, അതായത് 3 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു. ഇനി ഇതിൽ 2 ചേരുവ കൂടി അവശേഷിക്കുന്നുണ്ട്. അത് നമുക്ക് ഉടനെ തന്നെ ചേർക്കാം. കായപ്പൊടി ആവശ്യത്തിന്. അര ടീസ്പൂൺ കായപ്പൊടിയാണ് ഇതിന് ആവശ്യം. ഏകദേശം അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് എണ്ണയിൽ മൂക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു വെറൈറ്റിയായ നാരങ്ങ നീര് ഇതിൽ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുമ്പോൾ കയ്പ്പ് കുറേ മാറിക്കിട്ടും. പ്രകൃതിദത്തമായ പാവയ്ക്കയിൽ 100% കയ്പ്പ് പോവുകയില്ല. കുറച്ച് അതിൽ ആവശ്യം. അരമുറി നാരങ്ങ നീരാണ് ഇതിൽ പിഴിഞ്ഞ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പുണ്ട്, കയ്പ്പ് കുറേ മാറിയിട്ടുമുണ്ട്. പക്ഷേ ഒരു ആഴ്ചയോളം ഇത് നമ്മളൊരു കുപ്പിയിൽ തണുത്തതിന് ശേഷം ഒഴിച്ച് അടച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി നല്ല സ്വാദിഷ്ടമായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഏറ്റവും അവസാനം നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പ്രേക്ഷകരെ, നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇതിവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത കാലത്ത് തന്നെ കണ്ടുമുട്ടാം.